കൃഷി. പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന 5 ഘടകങ്ങൾ ചേർത്തിട്ടാണ് സകലതും പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ഈ 5 ഘടകങ്ങൾ ചേർത്തിട്ടാണ്. ആകാശം, അഗ്നി, വായു, വെള്ളം, മണ്ണിൽ നിന്നും എടുക്കുന്ന ഭക്ഷണം, ഭൂമി. ഇത് 5നെയും കൂടി ചേർത്തിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുക. ഈ 5നെയും പറ്റി പഠിക്കുമ്പോൾ എന്തിനെ പറ്റിയായിരിക്കും അപ്പോൾ നമ്മൾ പഠിക്കുക? ആരെ പറ്റിയായിരിക്കും പഠിക്കുക? ഈ 5 എണ്ണം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മളെ പ്രകൃതി സൃഷ്ടിച്ചതെങ്കിൽ ഈ 5നെയും പറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുക? നമ്മളെ പറ്റി പഠിക്കുകയാണ്. നമ്മൾ ആരാണ്, നമ്മളുടെ ധർമ്മം എന്താണ് എന്ന് പഠിക്കുകയാണ്. അതൊരു യജ്ഞമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു യജ്ഞമാണ്. യജ്ഞം എന്ന പദത്തിന്റെ അർത്ഥം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മം ആണ് യജ്ഞം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കലില്ല, ചെയ്തുകൊണ്ടേയിരിക്കും. ഈ വർഷം വെള്ളം കയറി വിളയെല്ലാം മുങ്ങിപ്പോയെങ്കിലും അടുത്ത പ്രാവശ്യം വിള ഇറക്കേണ്ട സമയത്ത് ഒരു വഴിയില്ലാതെ വിള ഇറക്കുന്ന കർഷകൻ പാടവരമ്പത്ത് കാത്തിരിക്കുമെന്നാണ് ബുക്കുവോക്ക. പാടവരമ്പത്ത് എന്നും ഏതോ ഒരു യജ്ഞം പോലെ കൃഷി ഇറക്കിക്കൊണ്ടേയിരിക്കും. സമയമാകുമ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ യജ്ഞത്തിലെ യജ്ഞ ആചാര്യനാണ് കൃഷിക്കാരൻ. ആ ആചാര്യ പദവി പണ്ട് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് കൃഷിക്കാരനെ സമൂഹം ആരായിട്ടാണ് അംഗീകരിക്കുക? അംഗീകരിക്കപ്പെടുന്നുണ്ടോ സമൂഹം? സമൂഹത്തിലെ അംഗീകാരം കിട്ടണില്ല. കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ലാത്തവൻ, വേറെ ഒരു തൊഴിലുമില്ലാത്തവൻ, ഒരു തൊഴിലുമില്ലാത്തത് കൊണ്ട് കൃഷി ചെയ്യുന്നു എന്ന നിലപാടില് സമൂഹം എത്തിയിരിക്കുന്നു. പറ്റില്ല. ആരാണ് കൃഷിക്കാരൻ? സമൂഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൃഷിക്കാരൻ. അവൻ യജ്ഞ ആചാര്യനാണ്. അവനെ സമൂഹം അംഗീകരിക്കണം, പോറ്റി നിലനിർത്തണം. സകലതും മറ്റുള്ള സകല തൊഴിലുകളെക്കാളും, ഏത് കളക്ടർ ജോലിയല്ല, ഏത് എഞ്ചിനീയറല്ല, ഏത് എഞ്ചിനീയർ ഡോക്ടറല്ല, അവരെക്കാളും ഒക്കെ സമൂഹം സംരക്ഷിച്ചു നിർത്തേണ്ട വിഭാഗമാണ് കൃഷിക്കാരൻ. പക്ഷെ ആ കൃഷിക്കാരന് യാതൊരുവിധ പരിഗണനയും ഇന്നേ വരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള ഭാഗത്തുനിന്നോ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നോ കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ പറ്റണേ? കൃഷിയിൽ നിന്നും ജനം ഓടി അകലും. പുതിയ തലമുറ കൃഷിയിലേക്ക് വരില്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അനന്തര തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവന്നു. അനന്തര തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്കൂളുകളിൽ ഏർപ്പെടുത്തുന്ന കൃഷി അതിന് ശരിയായില്ലെങ്കിൽ, ശരിയായ കൃഷി സന്ദേശം അല്ല സ്കൂളുകളിൽ കൊടുക്കുന്നത് എങ്കിൽ വീണ്ടും നമ്മൾ വഴിതെറ്റും. തലമുറ വഴിതെറ്റും. സ്കൂളിൽ കൊടുക്കേണ്ട കൃഷിയുണ്ട്, കൃഷിക്കാരന് കൊടുക്കേണ്ട കൃഷിയുണ്ട്, റിസർച്ച് ചെയ്യേണ്ട കൃഷിയുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായ കൃഷിയാണ്. അത് സ്കൂളിൽ കൊടുക്കേണ്ട ആ കൃഷി രീതി തന്നെ കൊടുത്ത് കുട്ടികളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി സമിതി, വ്യക്തികൾ, ഓരോ വ്യക്തിയും, സമിതിയിലെ ഓരോ അംഗങ്ങളും പടയാളികളായി മണ്ണിലിറങ്ങണം. മണ്ണിലിറങ്ങിയേ പറ്റൂ. മണ്ണിലിറങ്ങി ഓരോ വീടും കൃഷിയുടെ മോഡലുകളായി മാറ്റിയെടുക്കണം. അതിന് വേണ്ട ഗൈഡ് ലൈൻസ് സമിതിക്ക് തരാൻ പറ്റും. പക്ഷെ മണ്ണിലിറങ്ങാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകുകയും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കൊണ്ടുവന്ന് അതിനകത്ത് ഇറക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റണം. പഞ്ചഭൂതങ്ങളെ പറ്റി പഠിക്കും. പഞ്ചഭൂതങ്ങളുടെ സ്ട്രക്ചർ വരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പോ MG യൂണിവേഴ്സിറ്റിയിൽ ഇതിന്റെ ഒരു കോഴ്സ് ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ്. പറ്റുന്നവരൊക്കെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. 20 ദിവസം പഠിക്കണം. 20 ഞായറാഴ്ചകളേ ഉള്ളൂ. ഒരു ജീവിതത്തിന് വേണ്ടി 20 ദിവസം മാറ്റിവെക്കാൻ ഓരോരുത്തരും തയ്യാറായാൽ ഗുണമുണ്ട്, ഗുണം കിട്ടും. അപ്പൊ അത് മുഴുവൻ കാര്യങ്ങൾ, സംശയങ്ങൾ മുഴുവൻ തീർത്ത് പോരാൻ പറ്റും. അപ്പൊ അതിൽ കഴിയുന്നത്ര ആൾക്കാർ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാൻ നോക്കുക. ഇനി അടുത്ത ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയ. ഇതാണ് അടുത്തത്. ബുദ്ധി വികസിക്കാൻ മണ്ണിലിറങ്ങണമെന്നാണ് ഞാൻ പറഞ്ഞത്. ബുദ്ധി വികസിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിലിറങ്ങണം. മണ്ണിലിറങ്ങിയാൽ മാത്രമേ ബുദ്ധി വികസിക്കൂ. മണ്ണിലിറങ്ങി വേണ്ട ചെയ്യണം. ആദ്യമായിട്ട് എഴുതിയത് എവിടെയാണ്? എല്ലാവരും
ആദ്യാക്ഷരം ചൂണ്ടാണി വിരൽ കൊണ്ട് ആദ്യാക്ഷരം എഴുതി പഠിച്ചത് എവിടെയാണ്? മണ്ണിലെഴുതി. വേറെ ഒരു സാധനത്തിൽ കൂടി എഴുതുന്നത് അരിയിലെഴുതും. ഏതരിയിലാണ് എഴുതുക? പച്ചരിയിലാണ്, അല്ലെങ്കിൽ ഉണക്കലരിയിലാണ്. എന്തുകൊണ്ട് ഇരുപ്പുഴുക്കൽ ചാക്കരിയിൽ എഴുതിയില്ല? അത് വരിയില്ലേ? അതിലെഴുതാമായിരുന്നില്ലേ? പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി പുഴുങ്ങിയാൽ ചത്തുപോകും. ജീവനുള്ള അരിയിൽ ജീവനുള്ള ചൂണ്ടാണി വിരൽ കൊണ്ട് എഴുതി പഠിച്ചാൽ അക്ഷരം തെറ്റില്ല. അതിനായിരുന്നു അത് എഴുതിച്ചിരുന്നത്. ഇപ്പൊ ജീവനുള്ള കൈവിരലുകൾ, ജീവനുള്ള അരി അല്ലെങ്കിൽ വിത്ത് മണ്ണിലെഴുതി, ജീവനുള്ള മണ്ണിൽ ജീവനുള്ള വിരൽ കൊണ്ട് എഴുതുക, അക്ഷരം തെറ്റില്ല. ഒരിക്കലും അക്ഷരം തെറ്റില്ല. ഇന്നത്തെ കുട്ടികളുടെ അക്ഷരം തെറ്റുമോ എന്ന് എല്ലാവരും അവരവരുടെ മക്കളുടെ നോട്ട്ബുക്ക് എടുത്ത് പരിശോധിക്കണം. അക്ഷരത്തെറ്റുകളുടെ കളിയുണ്ടോ? ഉണ്ടെങ്കിൽ അവരെവിടെയാണ് അക്ഷരം എഴുതി പഠിച്ചത് എന്ന് നോക്കുക. ജീവനില്ലാത്ത കടലാസിൽ ജീവനില്ലാത്ത പേന കൊണ്ട് അക്ഷരം എഴുതി പഠിച്ചാൽ അക്ഷരം തെറ്റും. അതവരുടെ കുഴപ്പം കൊണ്ടല്ല. അവരെ മണ്ണിലിറക്കി മണ്ണുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടാക്കുക. മണ്ണ് വാരി അപ്പം ചുട്ട് കളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കുഞ്ഞുനാളിൽ മണ്ണിലിറങ്ങി മണ്ണ് വാരി അപ്പം ചുട്ട് കളിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. എന്താണ് അതിന്റെ കറി? അതിന്റെ കറി എന്താണ്? ഇല, മാവിലോ മരത്തിലോ നിൽക്കുന്ന പച്ചില പറിച്ചു കീറി കറി വയ്ക്കും. മണ്ണ് വാരി അപ്പം ചുട്ട് കളിക്കും. ഇതെവിടുന്നാ പഠിച്ചത്? കുഞ്ഞ് എവിടുന്നാ പഠിക്കുക? അടുക്കളയിൽ അമ്മ ആഹാരം പാകം ചെയ്യുന്നത് കണ്ട് അനുകരിച്ച് ഒരു കുഞ്ഞു മണ്ണിലിറങ്ങി മണ്ണ് വാരി അപ്പം ചുട്ട് കളിക്കുമ്പോഴും ജീവനുള്ള പച്ചില പറിച്ചു കീറി കറി വയ്ക്കുമ്പോഴും ഇത് വെറും കളിയല്ല എന്ന് നാം തിരിച്ചറിയണം. അനന്തര തലമുറയുടെ ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടി മണ്ണുമായിട്ടുള്ള ബന്ധം വളർത്തലാണത്. മണ്ണിലിറങ്ങണം കുട്ടി എന്ന് ഡോക്ടർമാർ പറയും. എന്താണ് പറയുക? മണ്ണിലിറക്കണമെന്ന് പറയോ മണ്ണിലിറക്കണ്ടെന്ന് പറയോ? മണ്ണിൽ തൊടിക്കരുത് എന്നാണ് പറയുക. നീ മണ്ണാണ്. പഞ്ചഭൂതങ്ങളിലെ മണ്ണ്, വെള്ളം, വായു, അഗ്നി, ആകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നീ മണ്ണിലിറങ്ങരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? നീ മണ്ണ് തന്നെയാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലെ പൊടിയാകുന്നു എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇന്നും മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. ഈ മണ്ണ് തന്നെയാണ്. ആ മണ്ണിൽ ഇറക്കണം കുട്ടികളെ. മണ്ണുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവരമ്മ ചെയ്യുന്നത് കണ്ട് അനുകരിച്ച് അപ്പം ചുട്ട് കളിച്ചാൽ ബുദ്ധി വികസിക്കും. അത് ബുദ്ധി വികസിക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നാൽ അവിടെ വലിയൊരു വാർപ്പിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പോയിട്ടുണ്ടോ ആരെങ്കിലും? കുന്നിക്കുരുവാണോ? കുന്നിക്കുരുവും മഞ്ചാടിക്കുരുവും കുറിച്ച് തിരിച്ചറിയാൻ പാടില്ല. അതാണ് പ്രശ്നം. മഞ്ചാടി, വട്ടത്തിലിരിക്കുന്നത് മഞ്ചാടി, മുട്ട പോലെ ഇരിക്കുന്ന ചെറുത് കുന്നിക്കുരുവാണ്. മഞ്ചാടിയാണ്. ഈ മഞ്ചാടിക്കുരു വാരിക്കും. കുട്ടികളെ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുവന്നാൽ മഞ്ചാടിക്കുരു വാരിക്കും. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ശാന്തിക്കാരൻ്റെക്ക് ചോദിച്ചു, ഇതെന്തിനാണ് ഈ മഞ്ചാടിക്കുരു വാരിക്കുന്ന കുട്ടികളെ കൊണ്ട്? ഒന്നും അറിയാത്തതുപോലെ ശാന്തിക്കാരൻ്റെക്ക് ചോദിച്ചു, ഇതെന്തിനാണ് ഈ വാരിക്കണ? വെറുതെ പിള്ളേരെ കൊണ്ട് വാരിക്കണേ? അത് വെറുതെ സാറേ ഒരു ആചാരം അനുസരിച്ച് അവരുടെ കുസൃതി മാറാൻ വേണ്ടി ചെയ്യുന്നതാണ്. മഞ്ചാടിക്കുരുവിന് ജീവനുണ്ടോ? മഞ്ചാടിക്കുരുവിന് ജീവനുണ്ടോ? 4ാം ക്ലാസ്സിലെ പിള്ളേരും LKG പിള്ളേരും കറക്റ്റായിട്ട് പറയും. മഞ്ചാടിക്കുരുവിന് ജീവനുണ്ടോ? ഉണ്ട്. മഞ്ചാടിക്കുരു ഞാൻ ആദ്യം കുറെ കുട്ടികൾ പറയും ഇല്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ പറയും മഞ്ചാടിക്കുരു മണ്ണിലിട്ടാൽ കിളുക്കുമോ? കിളുക്കും. വളരുമോ? വളരും. വലുതാകുമോ? വലുതാകും. 10,000 മഞ്ചാടി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമോ മഞ്ചാടി മരം? ചെയ്യും. എങ്കിൽ മഞ്ചാടിക്കുരുവിന് ജീവനുണ്ടോ? ഉണ്ട്. ഒന്നടങ്കം കുട്ടികൾ പറയും ഉണ്ട് എന്ന് പറയും. ജീവനുള്ള മഞ്ചാടിക്കുരുവിൽ ജീവനുള്ള വിരലുകൾ കൊണ്ട് വാരിയാലും ബുദ്ധി വികസിക്കും. ഇതിന് അമ്പലത്തിന്റെ നടയിൽ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. വീട്ടിൽ നിന്ന് വാരിയാലും മതി. എന്റെ വീട്ടിൽ 10,000 കുട്ടികൾ വന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിൽ വന്നുപോകുന്ന സകല കുട്ടികളും മഞ്ചാടിക്കുരു ശേഖരിക്കും, കളിക്കും. കാരണം അവർക്കത് മനസ്സിലാവും. ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മഞ്ചാടി മരത്തിന്റെ ചുവട്ടിലേക്ക് അവർ ഓടി കിട്ടാവുന്നത്രയും പെറുക്കി ശേഖരിക്കാണ്. വീട്ടിൽ നിന്ന് തന്നെ തുടക്കം. എന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടക്കം.
എവിടെ കിട്ടിയാലും മഞ്ചാടിക്കുരു ശേഖരിക്കുകയും മഞ്ചാടി വാരി കളിക്കുകയും ചെയ്യും. ബുദ്ധി വികാസിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ജീവനുള്ള മണ്ണ്, ജീവനുള്ള വിത്ത്. ഇത് മഞ്ചാടിക്കുരു വാരിയാലേ കിട്ടുള്ളൂ, പുളിങ്കുരു വാരിയാലും മതി. മനസ്സിലായില്ലേ? പുളിങ്കുരു മണ്ണിലിട്ടാൽ കിളിക്കുന്ന പുളിങ്കുരു ഉണ്ടെങ്കിൽ അത് വാരിയാലും ഇത് കിട്ടുന്ന സാധനമാണ്. പിന്നെ മഞ്ചാടിക്കുരു കുട്ടികൾക്ക് നല്ല ആകർഷണമായതുകൊണ്ട് നല്ല കളറാണ്. ഒരുപാട് നാള് മഞ്ചാടിക്കുരു ഒരു കേടും കൂടാതെ തിരക്കാത്തിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മഞ്ചാടിക്കുരു എന്നുള്ളത് എടുക്കുന്നു. മഞ്ചാടി വാരിക്കുക, മണ്ണിലിറക്കണം കുട്ടികളെ. മണ്ണ് വാരി അപ്പം ചുട്ട് കളിക്കാൻ, വെള്ളത്തിലിറങ്ങി കളിക്കാൻ. ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ മണ്ണിലിറങ്ങിയാൽ ആരാണ് തല്ലിക്കരക്ക് കയറ്റുക? വെള്ളത്തിലിറങ്ങിയാൽ ആരാണ് തല്ലിക്കയറ്റുക? അമ്മ. ഒന്നടങ്ങി കുട്ടികൾ പറയുന്നൊരു കാര്യമാണ്, അമ്മയാണ് തല്ലിക്കരക്ക് കയറ്റുക. കാരണം മണ്ണിലിറങ്ങരുത്. ഡോക്ടർമാർ പറയുന്നു, മാസികകൾ പറയുന്നു, പത്രം പറയുന്നു, TV പറയുന്നു, ടെലിവിഷൻ പറയുന്നു, സകലരും റേഡിയോയിൽ പറയുന്നു മണ്ണിലിറങ്ങരുത്. എല്ലായിടത്തും രോഗാണുക്കളാണ്. ഒരൊറ്റ തൂക്കം കണ്ട് തൂത്താൽ 99 ബാക്ടീരിയയും ചത്തുപോണ എന്നാണ് ലൈഫോൾ മേടിച്ച് നിങ്ങൾ പെര മുഴുവൻ തൂക്കാനാണ് പറയുക. ഞാനൊക്കെ ജനിച്ചു വീണത് ചാണകം മെഴുകിയ തിണ്ണയിലാണ്. കളിച്ചു വളർന്നത് മിറ്റടിച്ച് ചാണകവെള്ളം ദിവസവും കലക്കി തെളിച്ച് കളിക്കുന്ന മിറ്റത്താണ് കളിച്ചു വളർന്നത്. ഇന്നത്തെ കുട്ടി ജനിച്ചു വീഴുന്നത് നല്ല മാർബിള്, ഗ്രാനൈറ്റ്, ടൈൽസ്, വിദേശ ടൈൽസ് ഒക്കെയാണ്. എന്നിട്ട് പഴയ കുട്ടികൾക്കാണോ ആരോഗ്യം അതോ പുതിയ കുട്ടികൾക്കാണോ ആരോഗ്യം? പുതിയ കുട്ടികൾ, കൊച്ചു കുട്ടികളാണ് ശരിക്കും കഴിഞ്ഞ ദിവസവും ഉള്ള സത്യം വിളിച്ചു പറയുന്നത് കൊച്ചുകുട്ടികളാണ്. പുതിയ കുട്ടികളെ 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം അതിനെയും പൊക്കിക്കൊണ്ട് കാറും പിടിച്ച് രാത്രിക്ക് ഡോക്ടർമാർക്ക് ഓടേണ്ടി വരുന്നുണ്ട് അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ. ആ കുട്ടികളുടെ ആരോഗ്യം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പണ്ടുകാലത്ത് മണ്ണിലിറങ്ങി കളിച്ച് പേരിണ്ട് വന്ന കുട്ടികൾക്കുള്ള ഒരു ആരോഗ്യം, പ്രതിരോധ ശക്തി ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാണ്ടായിരിക്കുന്നു. ഇത് മാറ്റിയെടുക്കുന്നത് മണ്ണിലിറങ്ങണം. ഇന്ന് മണ്ണിലിറങ്ങാത്ത കുട്ടിയെ മണ്ണിലിറങ്ങുന്ന കുട്ടി എല്ലാ കാര്യത്തിലും പിന്നിലാക്കുകയും മണ്ണിലിറങ്ങുന്ന കുട്ടി മണ്ണിലിറങ്ങാത്ത കുട്ടിയെ എല്ലാ കാര്യത്തിലും പിന്നിലാക്കും. പ്രകൃതി നിയമം പഠിച്ച് പാലിച്ച് മണ്ണിലിറങ്ങി പഠിച്ച് പാലിക്കുന്ന കുട്ടി സാമൂഹ്യ നിയമം തെറ്റിക്കില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നിലവിലുള്ള നമ്മളുടെ സാമൂഹ്യ നിയമം തെറ്റിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൾ പ്രകൃതി നിയമം പഠിക്കുകയും അത് പാലിക്കാനുള്ള മണ്ണിൽ അവൾ പെരുളുകയും ചെയ്യണം. തെറ്റിക്കില്ല എന്ന് തന്നെയുമല്ല, ഇന്നത്തെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയിലെ തെറ്റുകൾ അവൾ തിരുത്തുകയും ചെയ്യും. ഒരുപാട് തെറ്റ് നമ്മുടെ സാമൂഹ്യ നിയമത്തിലുണ്ട്. ഈ തെറ്റുകൾ തിരുത്താൻ ആർക്കാണ് കഴിയുക? പ്രകൃതിയുടെ നിയമം പഠിച്ച് പാലിക്കുവാൻ ഒരൊറ്റ കുട്ടിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് അവരത് പഠിക്കണം, അത് പാലിക്കണം, അനുഭവത്തിൽ അത് ശരിയായി വരികയും വേണം. ഇതിനെല്ലാം ബുദ്ധി വികസിച്ച് വരേണ്ട വന്നെങ്കിലും ഇന്ന് നമ്മുടെ കുട്ടികളുടെ ബുദ്ധി ഒരു ഡിഗ്രി കണ്ട് കൂട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ MSc സിലബസ് ഒന്നുമില്ല. ഇന്നത്തെ നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ സിലബസ് ഒരു ചുക്കുമില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സിലബസാണ്. ഒറ്റ കണ്ടീഷൻ, ബുദ്ധി വികസിക്കണം. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ പറ്റിയിട്ടുള്ള അപകടം, നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലെ കരിക്കുലത്തിൽ ബുദ്ധി വികസിക്കാൻ വേണ്ടി ഒരു ചുക്കും ഇല്ല, ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പല വലിയ സ്കൂളുകളിലും, ഞാൻ കുറെ സ്കൂളുകളിൽ അന്വേഷിച്ചതിൽ കണ്ടത്, ക്ലേ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി കുറച്ച് ഒരു കളി പോലെ അവർ നടപ്പിലാക്കുന്നുണ്ട്. ശരിക്കും എല്ലാ ദിവസവും ക്ലേ മോഡലിംഗ് ഒരു പീരീഡ് കൊടുക്കേണ്ടതാണ്. ഇവിടെ മണ്ണിൽ കൈവിരലുകൾ കൊണ്ട് മിനഞ്ഞ് രൂപങ്ങളെ സൃഷ്ടിക്കുക. ഇതിന് കുട്ടികൾക്ക് അവസരമുണ്ടാക്കി കൊടുത്താൽ ബുദ്ധി വികസിക്കാനുള്ള ഒരു പദ്ധതിയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ 116 സ്കൂളുകളിൽ ഞങ്ങൾ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അതിൽ പട്ടണക്കാട് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ ഒരു ദിവസം ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു, ക്ലേ മോഡലിംഗ് ഞങ്ങൾ ചെയ്യിക്കുന്നുണ്ട് സാറേ. ഞാൻ ചോദിച്ചു, ഏത് ക്ലേ ആണ്? സാറൊക്കെ പറഞ്ഞതിന് മുമ്പ് തന്നെ ഞങ്ങൾ ക്ലേ മോഡലിംഗ് ചെയ്യിക്കുന്നുണ്ട്. ഏത് സ്കൂൾ, എന്ത് ക്ലേ ആണ് നിങ്ങൾ